ഹായ് വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മൊഡ്യൂൾ 36 ആണ്. ഹാഡ് ടു എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ്. അപ്പോൾ എന്താണ് ഹാഡ് ടു, എവിടെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹാഡ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് അർത്ഥം. ചെയ്യേണ്ടി വന്നു, അതായത് എന്തോ കാര്യം ചെയ്യാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് ചെയ്യേണ്ടി വന്നു എന്ന് പറയാനായിട്ടാണ് നമ്മൾ ഹാഡ് ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. ഇപ്പോൾ നോക്കിക്കേ, ഐ ഹാഡ് ടു ഗോ ടു ഹൈദരാബാദ്. അർത്ഥം എന്താണെന്നറിയോ? എനിക്ക് ഹൈദരാബാദിൽ പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. ബിക്കോസ് എനിക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല. എന്താ അർത്ഥം പറയുന്നത്? എനിക്ക് ഹൈദരാബാദിലോട്ട് പോകേണ്ടി വന്നു. എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു അങ്ങോട്ട് പോകാനായിട്ട്. നോ, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു എന്ന് പറയാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഐ ഹാഡ് ടു ഗോ ടു ഹൈദരാബാദ്. എനിക്ക് ഹൈദരാബാദിലോട്ട് പോകേണ്ടി വന്നു. ബിക്കോസ് എനിക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഐ ഡിഡ്ന്റ് ഹാവ് എനി അതർ ചോയ്സ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ, ഞാൻ എൻ്റെ പൊന്നുപോലെ കൊണ്ട് നടന്നിരുന്ന എൻ്റെ കാറ് എനിക്ക് വിൽക്കേണ്ടി വന്നു. എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു ശരിക്കും ആ ഒരു കാറ് വിൽക്കാനായിട്ട്. നോ 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 നെവർ, ഒരിക്കലും ഇല്ല. പക്ഷേ ഐ ഹാഡ് ടു സെൽ മൈ കാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ കാറ് വിൽക്കേണ്ടി വന്നു. സാഹചര്യങ്ങൾ കൊണ്ട്, ബിക്കോസ് ഓഫ് സം സർക്കംസ്റ്റാൻസസ്, ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് എൻ്റെ കാറ് വിൽക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു സെൽ മൈ കാർ. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാഡ് ടു സ്റ്റഡി കമ്പ്യൂട്ടർ. നമുക്കറിയാം എനിക്ക് വലിയ ഇഷ്ടമല്ല കമ്പ്യൂട്ടർ പഠിക്കാനായിട്ട്, പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഒരു നല്ല ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കേണ്ടി വന്നു. ഐ ഹാഡ് ടു സ്റ്റഡി കമ്പ്യൂട്ടർ. എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നോ? നോ, പക്ഷേ എനിക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. എനിക്ക് പിസ്സ എന്ന് പറയുന്ന സംഭവം എനിക്ക് തീരെ ഇഷ്ടമില്ല എന്ന് വിചാരിക്കാം. ജസ്റ്റ് ഇമാജിൻ, എനിക്ക് ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല. പക്ഷേ ഞാൻ കഴിക്കാൻ ഉദ്ദേശിച്ച ഫുഡ് ആ റെസ്റ്റോറൻറ്റിലില്ല. ഞാൻ പോയ ആ റെസ്റ്റോറൻറ്റിൽ ആ ഫുഡില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യേണ്ടി വന്നു? ആകെയുള്ളത് അവിടെ പിസ്സ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ലേറ്റായിട്ട്, രാത്രി ലേറ്റായിട്ടാണ് അവിടെ പോയത്, ആ റെസ്റ്റോറൻറ്റിൽ പോയത്. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? പിസ്സ മാത്രമേ ഉള്ളൂ. എനിക്കിഷ്ടമുണ്ടോ? നോ. പക്ഷേ ഐ ഹാഡ് ടു ഈറ്റ് പിസ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിസ്സ കഴിക്കേണ്ടി വന്നു. എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നോ? നോ, ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് കഴിക്കേണ്ടി വന്നു. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാഡ് ടു നിറ്റ്. എനിക്ക് തീരെ ഇഷ്ടമില്ല സൂചി എടുത്ത് നൂലെടുത്ത് ഇങ്ങനെ ചെയ്യാനായിട്ട്. എനിക്ക് തീരെ താല്പര്യമില്ല, എനിക്ക് തീരെ ഇഷ്ടമില്ല. പക്ഷേ പെട്ടെന്ന് എന്തോ അർജൻറ്റായി, എൻ്റെ ഡ്രസ്സ് കീറിപ്പോയി. സോ എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? പെട്ടെന്ന് നിറ്റ് ചെയ്യേണ്ടി വന്നു, എനിക്ക് തുന്നേണ്ടി വന്നു. ഐ ഹാഡ് ടു നിറ്റ്. ഓക്കെ, ബിക്കോസ് ഐ ഡിഡ്ന്റ് ഹാവ് എനി അതർ ചോയ്സ്. എനിക്ക് വേറെ ചോയ്സ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞു, പക്ഷേ ഐ ലോസ്റ്റ് എവറിത്തിങ്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയി. അപ്പം ഞാൻ എന്താ പറയുക അറിയോ? ഐ ഹാഡ് ടു പ്രിൻ്റ് ദ ഡോക്യുമെൻറ്റ്സ് അഗെയിൻ. എനിക്ക് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം തന്നെ വീണ്ടും പ്രിൻ്റ് ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു പ്രിൻ്റ് ദ ഡോക്യുമെൻറ്റ്സ് അഗെയിൻ. ഞാൻ കാറ് കഴുകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു ഷോപ്പിൽ പോയ സമയത്ത് ഷോപ്പൊക്കെ അടച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യും? ഒരുപാട് ഷോപ്പുകളിലൊക്കെ പോയൊക്കെ എല്ലാ ഷോപ്പും ക്ലോസ്ഡ് ആണ്. എനിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ട് എവിടെയും പോകാനുമുണ്ട്. അപ്പോൾ ഇനി ചോയ്സ് ഇല്ല. നമുക്ക് കാറിൻ്റെ വർക്ക്ഷോപ്പ് ഒന്നും തന്നെയില്ല, അല്ലെങ്കിൽ കാറ് വാഷ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് നമുക്കില്ല, അല്ലെങ്കിൽ ഒരു സ്ഥലമൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? എനിക്ക് കാറ് കഴുകേണ്ടി വന്നു. ഐ ഹാഡ് ടു വാഷ് ദ കാർ. എനിക്ക് കാറ് കഴുകേണ്ടി വന്നു. ആ, എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്യേണ്ടി വന്നു. എനിക്ക് താല്പര്യമില്ല കിച്ചൺ ക്ലീൻ ചെയ്യാനായിട്ട്, പക്ഷേ എനിക്ക് വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് ഐ ഹാഡ് ടു ക്ലീൻ ദ കിച്ചൺ. എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്യേണ്ടി വന്നു. ഞാൻ സാധാരണഗതിയിൽ ഡോക്ടറെ അടുത്ത് പോകാറില്ല. കുഞ്ഞു 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 അസുഖങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പനി, തലവേദന, ജലദോഷം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോവാറില്ല. പക്ഷേ ഫീവർ ഭയങ്കര സിവിയർ ആയ സമയത്ത് എനിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വന്നു. ഐ ഹാഡ് ടു കൺസൾട്ട് എ ഡോക്ടർ. എനിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വന്നു. സാഹചര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു എന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ ഹാഡ് ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത യൂസേജ് അടുത്ത ക്ലാസ്സിലായിട്ട് മൊഡ്യൂൾ 37 നമ്മൾ പഠിക്കും. ആൻഡ് ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ.